എല്ലാവർക്കും നമസ്തേ. അഹിംസയുടെ പ്രവാചകന്മാർ, സഹിഷ്ണുതയുടെ കാവൽക്കാർ ആരെങ്കിലും വന്ന് ഒരു കവിളത്തടിച്ചാൽ മറു കവിളൂടെ കാണിച്ചിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ തല്ലിക്കൊള്ളൂ എന്ന് പറയുന്ന പാവങ്ങൾ, കവിളത്തടിക്കുന്നവന് തൃപ്തി വന്നില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നവനെ പിടിച്ച് അവൻ്റെ കവിളൂടെ കാണിച്ചു കൊടുക്കുന്ന വിശാല മനസ്കർ. ഇത് മറ്റാരുമല്ല, കോൺഗ്രസ്സുകാർ തന്നെ സ്വയം പറയുന്നതാണ്. ഞങ്ങൾ അഹിംസയുടെ ആൾരൂപമാണ്, സഹിഷ്ണുതയുടെ പ്രതിരൂപമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വെളുത്ത തുണിയിൽ പൊതിഞ്ഞു കെട്ടി നടക്കുന്ന ഒരു പറ്റം മഹാനുഭാവന്മാർ. അവരുടെ തനി നിറം പുറത്താകുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. ശബരിനാഥ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയും സംസാരവും വായിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളും കേട്ടാൽ തന്നെ മനസ്സിലാകും. തനി ഗുണ്ട, പക്കാ ഗുണ്ട. അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ ആ ഒരു ഗുണ്ട ലുക്കാണുള്ളത്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാഴ്ചവെച്ചത്. അതിൻ്റെ പശ്ചാത്തലം എന്താണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. ഈ ഏകദേശം 45 വർഷമായി CPM ഭരിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPMനെ നിലംപരിശാക്കിക്കൊണ്ട് BJP അവിടെ അധികാരത്തിലേറി. അവിടെയുള്ള ആകെയുള്ള 101 സീറ്റുകളിൽ 50 BJPക്ക് ലഭിച്ചു. രണ്ടാം സ്ഥാനത്തെത്തിയ CPMന് 29 സീറ്റും മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ്സിന് 20 സീറ്റും ലഭിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും CPMനെ തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസും അവരുടെ നേതൃത്വത്തിലുള്ള UDFും വൻ വിജയം നേടിയ സ്ഥാനത്താണ് കോൺഗ്രസിനെ ചവിട്ടി എറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ ജനങ്ങൾ BJPയെ ഭരണം ഏൽപ്പിച്ചത്. ഇത് CPMന് മാത്രമല്ല, കോൺഗ്രസ്സിനും ഒരു രീതിയിലും സഹിക്കാൻ പറ്റാത്ത സംഭവമായിപ്പോയി. കോൺഗ്രസ്സിനെ അവിടെ അതിദയനീയമായി വെറും 20 സീറ്റിലാണ് അവിടുത്തെ ജനങ്ങൾ ചവിട്ടി ഒതുക്കി ഒരു മൂലയ്ക്കാക്കിയത്. BJP ഭരണം തുടങ്ങി കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതൃത്വത്തിൽ അവിടെ നടന്ന എല്ലാ തോന്നിയവാസങ്ങളെയും തിരുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് അവിടുത്തെ മേയർ, BJP നേതാവായ മേയർ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി കോർപ്പറേഷനിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ VV രാജേഷിനെയും BJPയെയും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്കാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നാണ് LDFും UDFും, അതായത് CPMും കോൺഗ്രസും മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഭാഗമായി എങ്ങനെയും ഈ ഭരണസമിതിയെ പുറത്താക്കുക, BJPയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇരു കൂട്ടരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ, തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഭാഗമായി CPM ചെയ്തതെന്താണ്? അവിടുത്തെ ഈ 50-ൽ 19ഓളം
അംഗങ്ങൾ ഭരണഘടന, അതായത് നഗരപാലിക തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഉള്ളതിന് പകരം അവരുടെ ഇഷ്ടദേവതയായ ഒന്നുകിൽ ശ്രീപത്മനാഭൻ, അല്ലെങ്കിൽ ആറ്റുകാലമ്മ, അല്ലെങ്കിൽ അയ്യപ്പൻ തുടങ്ങിയ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് കാണിച്ച് കോടതിയിൽ പോയി. കോടതി എന്താണ് ചെയ്തത്? കോടതി നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, മതേതരം അല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി തരുന്ന ഒരു വിധി അങ്ങ് പുറപ്പെടുവിച്ചു. ഇതിനു മുമ്പ് ഒരിക്കൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ നിയമസഭാംഗങ്ങളാണെന്ന് തോന്നുന്നു, അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഒരു കേസ് കോടതിയിലെത്തിയപ്പോൾ അത് സാധുവാണെന്നും അതിൽ തെറ്റില്ല എന്നും പറഞ്ഞ കോടതി ഈ ഒരു കേസ് വന്നപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള നഗരസഭാംഗങ്ങൾ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സാധുവല്ല എന്ന് അങ്ങ് വിധിച്ചു. അവിടെ തന്നെ കോൺഗ്രസ്സുകാരിയായ ഒരു കൗൺസിലർ, അതായത് അവിടുത്തെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു അംഗം സത്യപ്രതിജ്ഞ ചെയ്തത് അല്ലാഹുവിൻ്റെ നാമത്തിൽ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനെതിരെ CPM ഒട്ട് പരാതിപ്പെട്ടുമില്ല. കോടതി മുൻപ് ഇങ്ങനെ വിധിച്ച കോടതി ഹിന്ദുക്കളായിട്ടുള്ള അംഗങ്ങൾ ചെയ്ത സത്യപ്രതിജ്ഞ തെറ്റാണെന്നും അത് ഒരിക്കൽ കൂടി അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് വിധിച്ചു. അവിടെയും കോടതിയുടേത് ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടത്. അതായത് ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് എതിരായിട്ടും അവരുടെ ഇഷ്ടദൈവങ്ങളുടെ പേരിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തത് തെറ്റാണെന്നും ആണ് വിധിച്ചത്. അപ്പോഴും അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞത് സാധുവാണെന്നാണ് വയ്പ്. അത് അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതിയും വിധിച്ചില്ല. അതിനെ എന്ത് ചെയ്തു? അവിടുത്തെ 19 അംഗങ്ങളും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് കാരണം കോടതി പറഞ്ഞു, അവരിതുവരെ അവരുടെ സ്ഥാനം, അവരുടെ അംഗത്വത്തിന് ഒരു അയോഗ്യതയുമില്ല, അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്നൊരു ഔദാര്യം കോടതി കൊടുത്തു. അതിന് പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തു, രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിന് ശേഷം എന്താണ്, എങ്ങനെയും ഇവരെ പുറത്താക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി ഇവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചു. പക്ഷേ വെറും 20 അംഗങ്ങളുള്ള കോൺഗ്രസ്സിന് അത് സാധിക്കുകയില്ല എന്നുള്ള അവസ്ഥയാണ് കോർപ്പറേഷനിലുള്ളത്. അവിടുത്തെ ഒരു അംഗത്തിനെ ഈ CPM-ഉം കോൺഗ്രസും എല്ലാം കൂടെ ചേർന്ന് കാപ്പ കേസിൽ ചുമത്തി. അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി കാപ്പ കേസിൽ ചുമത്തി ജയിലിലടച്ചു. ഇവരുദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ പല കേസുകളുണ്ട്. എത്രയോ CPM നേതാക്കന്മാർ, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെക്കാട്ടി വലിയ കേസുകളുണ്ടായിട്ട് അവരെ ഒന്നും തൊടാതെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിൽ നിന്ന് BJPയെ ഇറക്കി വിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ ഒരു അംഗത്തെ കാപ്പ കേസിൽ അകത്താക്കി. അറസ്റ്റ് ചെയ്യാൻ വന്നത് വളരെ രസകരമായ ഒരു കുപ്രസിദ്ധനായ അവിടുത്തെ ഒരു SHOയുടെ നേതൃത്വത്തിൽ വീട്ടിൽ കയറി ആകാശത്തോട്ട് വെടിവരെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട്. ആ വെടിവെച്ച് എന്തിനാന്ന് അറിയത്തില്ല, വെടിവെച്ചവന് തന്നെ അറിയാമോന്ന് അറിയത്തില്ല. അങ്ങനെ അക്രമം കാണിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അപ്പം അദ്ദേഹത്തിന് 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാകും. അതാണ് നഗരപാലിക നിയമത്തിലെ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് രാജിലെ നിയമം, ആ വ്യവസ്ഥ. അപ്പോൾ കഴിഞ്ഞ യോഗം എങ്ങനെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി
ശബരിനാഥ് എന്താണ് ചെയ്തത്? കഴിഞ്ഞ ദിവസം കൂടിയ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അവിടുത്തെ മിനിറ്റ്സ് ബുക്ക് കൈക്കലാക്കാനും അത് നശിപ്പിക്കാനുമുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതെന്തിനെന്ന് വെച്ചാൽ, മുൻപുള്ള യോഗങ്ങളിൽ സുഗതൻ ഒപ്പുവെച്ചത് എന്തായാലും രേഖയാണ്. ആ രേഖ നശിപ്പിച്ച് കളയുക. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ സുഗതൻ മുൻപ് ഉള്ള യോഗങ്ങളിൽ പങ്കെടുത്തതിനുള്ള ഒരു തെളിവും ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി ശബരിനാഥൻ എന്ന ആ ഗുണ്ടാ നേതാവ്, അദ്ദേഹത്തെ വിളിക്കാൻ ഒക്കത്തുള്ളൂ, അദ്ദേഹം കാണിച്ച എന്താണ്? തൻ്റെ ഒപ്പം നിൽക്കുന്ന തൻ്റെ പാർട്ടിയിലെ വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ മിനിറ്റ്സ് ബുക്ക് കൈക്കാലാക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം വിചാരിച്ചു വനിതകളിൽ വെച്ച് ഇതേപോലെ അക്രമം കാണിച്ചാൽ സ്ത്രീ എന്നുള്ള പരിഗണന വെച്ച് ബി ജെ പിക്കാർ അനങ്ങുകയില്ല എന്ന്, പ്രതികരിക്കുകയില്ല എന്നുള്ള ഒരു മൂഢവിചാരത്തോടു കൂടി ഉള്ള നടപടിയായിരുന്നു നമ്മുടെ ശബരിനാഥൻ സ്വീകരിച്ചത്. പക്ഷേ ബി ജെ പിയുടെ ചുണക്കുട്ടികൾ എന്താണ് ചെയ്തത്? അവർ ശക്തമായി എതിർക്കുകയും പ്രതികരിക്കുകയും അത് ബലമായി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് അവർക്കത് നശിപ്പിച്ചു കളയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായത്. എന്നിട്ടും അവരതിനകത്ത് വെള്ളം കോരി ഒഴിക്കുകയും, അതായത് കോൺഗ്രസ് ശബരിനാഥിൻ്റെ പാർട്ടിക്കാർ വെള്ളം കോരി ഒഴിക്കുകയും അക്രമ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുക, എല്ലാവരും നടത്തുകയും ചെയ്തു. വളരെ മോശമായ പദപ്രയോഗങ്ങളാണ് ശബരിനാഥ് ഉപയോഗിച്ചത്. എന്നിട്ട് ഇരവാദവും മുഴക്കിക്കൊണ്ട് ചാനലുകളുടെ മൈക്കിൻ്റെ മുന്നിൽ വന്ന് വലിയ വാചകം അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെല്ലാം ചീറ്റിപ്പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. ശബരിനാഥ് പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്നും അവിടെ അക്രമത്തിന് തുടക്കമിട്ടതും എല്ലാം ശബരിനാഥ് തന്നെയാണെന്നും നഗരസഭയിലെ യൂസുഫ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടതാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. യൂസുഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് എന്നെ യൂസുഫ് എൻ്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്ന് ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ ഇങ്ങോട്ട് നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ സംഭവം നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഷിബ പാർട്ടിക്കകത്ത് കൗൺസിൽ എൻ്റെ പിടിച്ച് നിർബന്ധം പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർ എടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരും കാണിച്ചത്. അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറഞ്ഞത്? മിണ്ടരെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞു. ഷിബ പാർട്ടി കൗൺസിൽ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ പിടിച്ച് ഞാൻ വേറെ ചോദിച്ചു തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്തു. പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. ഞാൻ വാങ്ങിയ പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് അവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞു. അല്ല, ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ. ഞാൻ മേയർ സെക്ഷനിൽ നിന്ന് ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ ഒന്ന് രണ്ടുപേരെ കൂടെ സഹായിക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. യൂസഫിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ടു കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ രേഖകൾ, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെ വീടറിയാം, അജണ്ടകൾ വീട്ടിലെത്തിക്കുന്ന. അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇവരൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങളെ തരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത്. യൂസഫ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടല്ലോ. അപ്പോൾ ആരാണ് അവിടെ അക്രമം നടത്തിയത്? ഈ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി വന്ന ആ ശബരിനാഥ് തന്നെയല്ലേ അക്രമം ത്തിന് തുടക്കമിട്ടത്? അദ്ദേഹമല്ലേ അവിടെ അക്രമം നടത്തിയത്? ഇവരാണ് തങ്ങൾ അഹിംസയുടെ അപ്പോസ്തലന്മാരാണ്, സഹിഷ്ണുതയുടെ ആൾ രൂപമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൊട്ടൻ കളിപ്പിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് ഇങ്ങനെ ഈ പൊയ്മുഖമണിയാതെ വന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവരക്കേടിനെയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയെയും രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെയും മൂടി വെക്കാൻ വേണ്ടി അദ്ദേഹം വെളുത്ത തുണിയിൽ സ്വന്തം ശരീരത്തിൽ പൊതിഞ്ഞു വെക്കാതെ മാതൃക കാണിക്കുന്നത് അദ്ദേഹം മാത്രമാണ്. ഈ വിദ്വാൻമാരെന്താണ് കാണിക്കുന്നത്?
നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് കാണിക്കുന്നത്? അവസരവാദത്തിൻ്റെ രാജകുമാരനാണ് അദ്ദേഹം. അദ്ദേഹവും എന്താണ്, താൻ വളരെ വലിയ ആദർശവാനാണ്, അല്ലെങ്കിൽ ഇതേ എന്താണ് മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അഹിംസയുടെയും എല്ലാത്തിൻ്റെയും പ്രവാചകന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി നടക്കുന്ന വിദ്വാന്മാരാണ് ഈ ശബരിനാഥ് വരെയുള്ളവർ. ഇവരാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു മുഖംമൂടി അഴിച്ചു വെക്കുക. അഴിച്ചു വെച്ചിട്ട് സാധാരണക്കാരനെ പോലെ വേഷം ധരിച്ച്, കാരണം ഇവർ ഈ വെള്ളത്തുണി പൊതിഞ്ഞു കെട്ടിവെച്ചിരിക്കുന്നത് അവരുടെ ഉള്ളിലെ വൃത്തികേടുകൾ മൊത്തവും ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അതിനെ മൂടി പൊതിഞ്ഞു വെച്ചേക്കുവാണ് ഈ വെള്ളത്തുണിയിൽ. ഇത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് ഉള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ എത്രമാത്രം അലക്കി തേച്ച് വെളുപ്പിച്ച് ഈ കഞ്ഞിയും മുക്കി നീലമോ അല്ലെ ഉജാലയോ മുക്കിയെടുത്ത് തേച്ച് ഇതിട്ടുകൊണ്ട് നടന്നാലും നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ തികച്ചും അക്രമികളാണെന്നും നിങ്ങൾ അവസരവാദികളാണെന്നും ഉള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അതിനൊരു മാറ്റവും വരാനും പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അഹിംസയുടെ പ്രവാചകന്മാരല്ല, സഹിഷ്ണുതയുടെ അപ്പോസ്തലന്മാരല്ല. നിങ്ങൾ തികച്ചും അസഹിഷ്ണുക്കളും അക്രമകാരികളും ഹിംസാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ആണെന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കിനിയും നിങ്ങളുടെ ഈ വ്യാജ പൊയ്മുഖവുമായി ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു അർഹതയും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.